നമുക്കറിയാം സ്വർണ്ണവില തിരിച്ച് 1,00,000-അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. 1,31,000 വരെ കൂടിയതിന് ശേഷമാണ് ഇപ്പം ഇത്രയും ഒരു ഡ്രോപ്പ് വന്നേക്കുന്നത്. ഇനിയും കുറയുമെന്നുള്ള എല്ലാവർക്കുള്ള ഡൗട്ടുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ചേഞ്ചസിനനുസരിച്ചാണ് ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണ്ണവില ചേഞ്ചസ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചേഞ്ചസ് വരുന്നുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ. എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ലോക മാർക്കറ്റിലുള്ള സ്വർണ്ണവിലയുടെ ചേഞ്ചസ് ആണ് ഇപ്പം ഈ ഒരു പെട്ടെന്നുള്ളൊരു പ്രൈസ് ഡ്രോപ്പിലേക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു ഔൺസിന് നോക്കുകയാണെങ്കിൽ 4,500 4,600 ആ റേഞ്ചിൽ നിന്നാണ് ഇപ്പോൾ കുറഞ്ഞ് 4,171 എത്തിയിരിക്കുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നവംബർ 27-ന് ഉണ്ടായിരുന്ന ഒരു റേറ്റിനേക്കാണ് നമുക്ക് ഈ ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നേക്കുന്നത്. അപ്പം ഒരു ദിവസത്തെ അല്ലെങ്കിൽ 1 വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5,000 സംതിങ് ഡോളറിനാണ് താഴോട്ട് ഇത്രയും ഡ്രോപ്പ് വന്നേക്കുന്നത്. $4,000 ഒരു $1,000 അടുത്ത് അവിടെ ഡ്രോപ്പ് വന്നിട്ട് അതിൻ്റെ ആനുപാതികമായിട്ട് ഇന്ത്യയിലും പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഒരു മന്ത് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഉണ്ടായിരുന്നത് $5,400 അവിടെ നിന്നാണ് ഇപ്പോൾ 4,100 സംതിങ്ങിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പം $2,000 ആയതെന്ന് വെച്ചാൽ ഏകദേശം 2024 ജനുവരി 29-നാണ് $2,000 ഈ ഒരു സ്വർണ്ണവില ഔൺസിന് എത്തിയിരിക്കുന്നത്. പിന്നെ $3,000 എത്തിയത് 2025 ഫെബ്രുവരി. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പെട്ടെന്ന് ഗ്രാഫ് കണ്ടാൽ മനസ്സിലായി എത്രയും പെട്ടെന്നാണ് നമ്പേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി $4,000 എത്തിയത് ഒക്ടോബർ 6, 2025 എത്തിയത്. പിന്നെ അതിന് ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര ഷാർപ്പായിട്ട് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഹയസ്റ്റ് പോയിട്ട് $5,550 എത്തി. നമുക്കറിയാം ജനുവരി 28-നായിരുന്നു ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. ഇന്ത്യയിലും 1,31,000 പവന് രേഖപ്പെടുത്തിയ ദിവസം തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. $5,300 $5,400 എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പം ഭയങ്കര സ്റ്റീപ്പായിട്ട് ഈ ഒരു ഡ്രോപ്പ് വന്നേക്കുന്നത്. യുദ്ധത്തിൻ്റെ അന്തരീക്ഷം കാരണം തന്നെയാണ് ഇങ്ങനെയൊരു ഡ്രോപ്പ് വന്നേക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്ന സാഹചര്യം ഉണ്ടായതോടെ ആളുകൾ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഡ്രോപ്പ് വരാൻ കാരണം. ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഗോൾഡിനെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിലിന് വലിയ രീതിയിൽ പ്രൈസ് ഹൈക്ക് കൂടുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ക്രൂഡ് ഓയിലേക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ രൂപേൻ്റെ മൂല്യം 93 രൂപയിലെത്തിയിരിക്കുകയാണ്. അതായത് $1 = 93.93 എത്തിയാണ്. ഏറ്റവും വലിയ ഹയസ്റ്റ് പോയിൻ്റാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വേൾഡ് മാർക്കറ്റിനേക്കാണ് കൂടുതൽ ഡ്രോപ്പ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം 1,00,000 കുറവ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും.